നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 21, 2025 ചൊവ്വ. ഇന്ന് ദിവാലിയുടെ ഭാഗമായിട്ട് സംഘടിപ്പിച്ച 1 മണിക്കൂറുണ്ടായിരുന്ന മുഹൂർത്ത ട്രേഡിംഗ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ഇന്നത്തെ മുഹൂർത്ത ട്രേഡിംഗിന്റെ ആരംഭം മികച്ചതായിരുന്നെങ്കിൽ കൂടിയിട്ടും ആ നേട്ടം ഇന്ന് മാർക്കറ്റിന് നിലനിർത്തുവാനുമായില്ല. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഇന്ന് ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. മാത്രമല്ല സെൻസെക്സിനും നിഫ്റ്റിക്കും തുടർച്ചയായി ഇന്നും ഫ്രഷ് 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുകയുണ്ടായി. മാത്രമല്ല ഇന്നത്തെ ആരംഭത്തിൽ മാർക്കറ്റിന് കൈവരിക്കുവാനായ നേട്ടത്തെ തുടർന്ന് നിഫ്റ്റിക്ക് 25,934 എന്ന ലെവലിൽ നിന്നും റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. മാർക്കറ്റിലുണ്ടായ ഇടിവിനെ തുടർന്ന് 25,825 എന്ന ലെവലിൽ നിന്നും നിഫ്റ്റി സപ്പോർട്ട് എടുക്കുകയും ഉണ്ടായി. ഇന്നത്തെ മാർക്കറ്റിന്റെ അവസാന സമയത്ത് സെൻസെക്സും നിഫ്റ്റിയും നഷ്ടത്തിലായിരുന്നെങ്കിലും വെയ്റ്റഡ് ആവറേജ് ക്ലോസിംഗിൽ വന്നപ്പോൾ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഫലമായി ഇന്ന് നിഫ്റ്റിക്ക് 25 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 25,868 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 62 പോയിന്റുകളുടെയും അതേസമയം ഇന്ന് ബാങ്ക് നിഫ്റ്റിക്ക് 26 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്നലെ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്ന ഫിൻ നിഫ്റ്റിക്ക് ഇന്ന് 31 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ഇന്ന് ബാങ്കിംഗ് ഫിനാൻഷ്യൽ മേഖലകള് പുറകോട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുക. ഇന്നത്തെ മുഹൂർത്ത് ട്രേഡിംഗ് സെക്ഷനിൽ NSEയിൽ 2111 കമ്പനികൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ 649 കമ്പനികൾ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. സിപ്ല, ബജാജ് ഫിൻസർവ്, ആക്സിസ് ബാങ്ക്, ഇൻഫോസിസ്, M&M തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ കൊട്ടാക് മഹേന്ദ്ര ബാങ്ക്, ICICI ബാങ്ക്, ഭാരതി എയർടെൽ, മാക്സ് ഹെൽത്ത് കെയർ, ഏഷ്യൻ പെയിന്റ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ന് എല്ലാ മേഖലകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. മെറ്റൽ, മീഡിയ, പവർ, ടെലകോം, ഹെൽത്ത് കെയർ തുടങ്ങിയ മേഖലകൾക്ക് 0.5% നേട്ടം കൈവരിക്കുവാനുമായി. ബോർഡർ മാർക്കറ്റ്സിലേക്ക് നോക്കുമ്പോൾ BSE മിഡ് ക്യാപ്പിന് 0.3% നേട്ടം കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിന് 1% നേട്ടം കൈവരിക്കുവാനുമായി. ഇന്ന് ഇന്ത്യ വിക്സ് 0.62% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 11.29 എന്ന ലെവലിൽ ക്ലോസിംഗും രേഖപ്പെടുത്തുകയുണ്ടായി. ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ക്വാർട്ടർലി ഏർണിംഗ്സ് അമേരിക്കയിൽ ആരംഭം കുറിക്കുന്നതിനാൽ തന്നെ മാത്രമല്ല ഇന്ന് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ 3M, കൊക്കോകോള, ജനറൽ മോട്ടോഴ്സ്, GE എയറോസ്പേസ്, നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി ഏർണിംഗ്സ് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നോടിയായിട്ട് മാർക്കറ്റും നിക്ഷേപകരും ജാഗ്രത പുലർത്തുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുക. തൽഫലമായി നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ഫ്രാൻസ് മാർക്കറ്റുകൾ നേട്ടത്തോടുകൂടിയും അതേസമയം ജർമ്മൻ മാർക്കറ്റിൽ അടുത്തിടെയായിട്ട് മാർക്കറ്റിന് കൈവരിക്കുവാൻ സാധിച്ച നേട്ടത്തെ തുടർന്ന് പ്രോഫിറ്റ് ബുക്കിംഗിന്റെ ഭാഗമായിട്ടും അതുകൂടാതെ എനർജി ആൻഡ് കെമിക്കൽ സ്റ്റോക്കുകളിൽ ഉടലെടുത്ത വീക്ക്നെസ്സിനെയും തുടർന്ന് നേരിയ നഷ്ടത്തോടു കൂടിയിട്ടാണ് നിലവിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് എല്ലാ മാർക്കറ്റുകളും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. അതേസമയം കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും മാത്രമല്ല ഗോൾഡിന്റെ വിലയിലും നിലവിൽ ഇടിവാണ് അനുഭവപ്പെടുന്നത്. നാളെ മാർക്കറ്റിന് അവധിയായതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. ഏവർക്കും നല്ല ഒരു ഹോളിഡേ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. മാർക്കറ്റ് സമയത്ത് റിയൽ ടൈം അപ്ഡേറ്റ്സ് നൽകുവാനായിട്ട് നമ്മൾ പുതിയ ടെലഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യപ്പെടുന്നവർക്ക് കമന്റ് ബോക്സിൽ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്.